പ്രാചീന ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ സർവകലാശാലകൾ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം. സർവകലാശാലകളും വിദ്യാപീഠങ്ങളും രാജ്യത്തുടനീളം ഉണ്ടായിരുന്നു. ഭാരതത്തിനകത്തും പുറത്തുമുള്ള വിജ്ഞാനദാഹികളെ ഏറെ തൃപ്തിപ്പെടുത്തിയിരുന്ന മികച്ച ആചാര്യന്മാരെ കൊണ്ട് സമ്പന്നമായിരുന്നു ആ വിദ്യാമന്ദിരങ്ങളൊക്കെ. അന്ന് ഏറ്റവും മികച്ച സർവകലാശാലകളായിരുന്നു നളന്ദയും തക്ഷശിലയും. അതുകൂടാതെ ചെറുതും വലുതുമായ അനേകം വിദ്യാപീഠങ്ങൾ അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ കീഴിലാണ് നളന്ദ ജന്മമെടുക്കുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് ഇത് പണി കഴിപ്പിച്ചത്. ലോകത്തെമ്പാടുമുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികളും 1000-ഓളം അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് അവർ പഠനം നടത്തിയിരുന്നത്. 12 വർഷത്തെ പാഠ്യപദ്ധതികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം സൗജന്യവുമായിരുന്നു. അതുപോലെ അന്നുണ്ടായിരുന്ന ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില. നളന്ദയും തക്ഷശിലയും അന്ന് ഏറെ ഖ്യാതി നേടിയിരുന്ന സർവകലാശാലകളായിരുന്നു. പക്ഷെ നളന്ദ, തക്ഷശില എന്നീ സർവകലാശാലകളുടെ അതേ മാതൃകയിൽ അക്കാലഘട്ടത്തിൽ മറ്റു പല വിദ്യാകേന്ദ്രങ്ങളും പ്രവർത്തനം തുടങ്ങിയത് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിലൊരു സർവകലാശാലയായിരുന്നു വിക്രമശില. നളന്ദയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന പാലരാജവംശത്തിലെ ധർമ്മപാല രാജാവാണ് വിക്രമശില സ്ഥാപിച്ചത്. സാഹിത്യത്തിലും കലകളിലുമൊക്കെ അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു ധർമ്മപാല രാജാവ്. അതുമാത്രമല്ല, നളന്ദയിലെ ആചാര്യന്മാരായിരുന്നു അന്ന് വിക്രമശിലയിലേക്ക് ആചാര്യന്മാരെ നിയോഗിച്ചിരുന്നത്. ഗംഗാതീരത്ത് അതിമനോഹരമായ ഒരു കുന്നിൻ മുകളിലാണ് വിക്രമശില എന്ന സർവകലാശാലയുടെ ആസ്ഥാനം. നളന്ദയിലേതുപോലെ തന്നെ അനേകം നിലകളൊക്കെയുള്ള ശില്പഭംഗി നിറഞ്ഞ ഒന്നായിരുന്നു വിക്രമശില. നളന്ദയിലേതുപോലെ തന്നെ ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണവും താമസവുമൊക്കെ സൗജന്യമായിരുന്നു. വിവിധ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന 108 ആചാര്യന്മാരും അതുമാത്രമല്ല, സ്ഥിരം അധ്യാപകരല്ലാതെ സന്ദർശക ആചാര്യന്മാരും അന്ന് വിക്രമശിലയിൽ ഉണ്ടായിരുന്നു. പാഠ്യവിഷയങ്ങളിൽ ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങളും വിക്രമശിലയിൽ അന്നുണ്ടായിരുന്നു. വിക്രമശിലയിലെ അധ്യാപകരുടെ സേവനം സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളെ പല വിഷയങ്ങളിലും ബോധവാന്മാരാക്കുവാൻ അവിടുത്തെ അധ്യാപകർ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചിരുന്നു. അവർക്കൊപ്പം ആ സർവകലാശാലയിലെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. വിക്രമശിലയെക്കുറിച്ച് ഭാരതീയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കുറച്ച് അറിവുകളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. വിക്രമശിലയിലെ വിദ്യാർത്ഥികൾ ഒരു വിഭാഗം തിബത്തിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെ ഈ സർവകലാശാലയെക്കുറിച്ചുള്ള അറിവുകൾ തിബത്തൻ രേഖകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. 400 വർഷത്തോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിജ്ഞാനദാഹികൾക്ക് മികച്ച ഇടമായി വിക്രമശില മാറി. അതുപോലെ തക്ഷശിലയുടെ പതനത്തിനു ശേഷം അതേ മാതൃകയിൽ വാരണാസിയിൽ ഉയർന്നുവന്ന ഒരു ഉന്നത വിദ്യാപീഠമായിരുന്നു വാരണാസി സർവകലാശാല. തക്ഷശിലയിൽ നിന്നും ശിക്ഷണം നേടിയവരായിരുന്നു വാരണാസി സർവകലാശാലയിലെ ഗുരുക്കന്മാരും. വൈദിക പഠനത്തിൻ്റെയും സംസ്കൃത പഠനത്തിനുമൊക്കെ അമൂല്യ സംഭാവനകൾ നൽകി വാരണാസി സർവകലാശാല. മറ്റൊരു സർവകലാശാലയാണ് കാഞ്ചി സർവകലാശാല. ബുദ്ധമത കേന്ദ്രമായിരുന്ന കാഞ്ചിയിൽ ധാരാളം പഠന കേന്ദ്രങ്ങളും പണ്ഡിതന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ പുണ്യനഗരം തന്നെയായിരുന്നു കാഞ്ചി. നഗരേഷു കാഞ്ചി എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം അതിമനോഹരമായ നഗരം. പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിലും സമുദ്രഗുപ്തന്റെ അലഹബാദ് ലിഖിതത്തിലുമൊക്കെ കാഞ്ചിയെക്കുറിച്ച് പറയുന്നുണ്ട്. പല്ലവന്മാരുടെ തലസ്ഥാനം കൂടിയായിരുന്നു കാഞ്ചി. പ്രസിദ്ധ തത്വചിന്തകനായ രാമാനുജന്റെയും നളന്ദ സർവകലാശാലയിലെ മുഖ്യ ആചാര്യനായിരുന്ന ധർമ്മപാലന്റെയും ജന്മസ്ഥലം കാഞ്ചിയായിരുന്നു. മറ്റു സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി നിലനിന്നിരുന്ന ഒരു സർവകലാശാലയാണ് ഗുജറാത്തിലുണ്ടായിരുന്ന വലഭി സർവകലാശാല. ബുദ്ധമത സിദ്ധാന്തങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഈ സർവകലാശാലയിൽ പഠിക്കുവാനെത്തിയ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നീതിശാസ്ത്രം, വ്യാപാരം, കൃഷി, സാമ്പത്തിക ശാസ്ത്രം ഇത്തരം വിഷയങ്ങളൊക്കെ വലഭി സർവകലാശാലയിൽ പാഠ്യവിഷയങ്ങളായി. കൃഷിക്കാരുടെ മക്കൾക്ക് വിവിധ രീതിയിലുള്ള കൃഷികൾ, നിലം, കാലാവസ്ഥ, വിത്ത്, വളം, വിളവെടുപ്പ് തുടങ്ങി കൃഷിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ പരിജ്ഞാനം ഈ വിദ്യാപീഠത്തിൽ നിന്നും നൽകി. കച്ചവടക്കാരുടെ കുട്ടികളെ വലഭി സർവകലാശാലയിൽ എഴുത്ത്, കണക്ക്, നിക്ഷേപം, ആന, കുതിര, വീട് നിർമ്മാണം, കമ്പോളങ്ങൾ, വിനിമയ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങളും കലാശാല പകർന്നു നൽകി. ഇങ്ങനെ നിരവധി സർവകലാശാലകളാൽ സമ്പന്നമായിരുന്നു ഭാരതം. പ്രാചീന കാലത്ത് പോലും വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങൾ പഠിതാക്കൾക്ക് യഥേഷ്ടം തുറന്നു നൽകിയ ഭാരതത്തിലെ പ്രാചീന സർവകലാശാലകൾ.